إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പരമകാരുണികനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏറെ പൊറുക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ മുഴുവൻ പൊറുത്ത് ചെറുതും വലുതുമായ മുഴുവൻ കർമ്മങ്ങളും പരിപൂർണമായും നമ്മിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ നിന്നും ഒരുപാട് നന്മകൾ നിർവഹിച്ച് മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ശുദ്ധീകരിച്ച് മറ്റൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ശവ്വാലിന്റെ 6 നോമ്പുകൾ അനുഷ്ഠിച്ചു തുടങ്ങിയവരും അനുഷ്ഠിക്കാനിരിക്കുന്നവരുമൊക്കെ ഉണ്ട്. പരിശുദ്ധ റമദാനിന്റെ പോരായ്മകളും പിഴവുകളും ഒക്കെ ഒന്ന് പരിഹരിച്ച് ഒന്നുകൂടി പരിപൂർണമായി പരിശുദ്ധി പ്രാപിക്കാൻ അത്തരം നോമ്പുകളിലൂടെ നമുക്ക് സാധിക്കും. അതോടൊപ്പം നേടിയ നന്മകൾ ചോർന്നു പോകാതെ അതിലൂടെ നേടിയെടുത്ത തഖ്വയും ഈമാനും ചോർന്നു പോകാതെ
അത് കൃത്യമായും തുടർത്തുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ളതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ റമദാനിലും അല്ലാത്തപ്പോഴുമൊക്കെ എല്ലാ കർമ്മങ്ങളും നിലനിർത്തേണ്ടതുണ്ട്. അതല്ലാതെ റമദാനിൽ ഒരു ആവേശവും റമദാൻ അല്ലാത്തപ്പോൾ മുഴുവൻ അവസാനിപ്പിച്ച് അവനവന്റെ പണി നോക്കി പോകുന്ന ഏർപ്പാട് യഥാർത്ഥത്തിൽ ഭൂഷണമല്ല. അത് വളരെ ഗൗരവത്തിൽ ഓരോ വിശ്വാസിനികളും ചിന്തിച്ച് ആലോചിച്ച് അതിൽ കൃത്യമായ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലും അല്ലാത്തപ്പോഴും ഒക്കെ ഒരിക്കലും നിശ്ചലമാകാത്ത ഒരു വലിയ പുണ്യകർമ്മത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പ്രവാചക വചനങ്ങളിലും പ്രവാചകന്റെ ചര്യയിലും നിഴലിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വതക്കയാണ്, ദാനധർമ്മത്തെ സംബന്ധിച്ച. ഏകദേശം പരിശുദ്ധ ഖുർആനിൽ 30-ലധികം തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സക്കാത്ത് എന്ന പദത്തെ പ്രയോഗിച്ച് തന്നെ ദാനധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതല്ലാതെ സ്വതക്കകളെ കുറിച്ച് വേറെയും വിശദീകരിക്കുന്നത് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. പ്രവാചക വചനങ്ങളിൽ സ്വതക്കയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക. നിന്റെ കൈ നീ പിരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട രൂപത്തിലാക്കരുത്. നിന്റെ കൈകൾ നിന്റെ പിരടിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീ ആക്കരുത്. അതുപോലെ തന്നെ വലാ തബസുതുഹ കുല്ലൽ ബസ്ത്. അതുപോലെ തന്നെ നീ എന്ത് ചെയ്യരുത്, അതിനെ നീ മുഴുവനായൊക്കെ നീട്ടിയിടുകയും ചെയ്യരുത്. ഒരുപാടങ്ങ് പുറകേട്ട് പിരടിയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യരുത്. നീ ഒരുപാടങ്ങ് ഓവറായിട്ട് അതിനെ എന്ത് ചെയ്യരുത്, നീ നീട്ടിയിടുകയും ചെയ്യരുത്. ആ രണ്ട് അവസ്ഥയും നിനക്ക് ഉണ്ടാകുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫതഖഉദ മലൂമൻ മഹ്സൂറ. നിശ്ചയമായും നീ നിന്ദിക്കപ്പെട്ടവനും അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവനും നിന്ദിതനുമായി തീരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, കൈ പിരടിയിലേക്ക് അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്നും കൊടുക്കാതെ ധനം പിശുക്കി വെക്കുന്ന ആളുകളെ സംബന്ധിച്ചാൽ ഒരു രൂപത്തിലും 5 പൈസ പോലും ചെലവഴിക്കാത്ത, എന്നാൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, അതിനെ ഇങ്ങനെ കൂട്ടി എണ്ണി തൊരുക്കു കൂട്ടി വെക്കുന്ന പിശുക്കൻ ഏർപ്പാട്, അതും പാടില്ല. അതുപോലെ തന്നെ അങ്ങ് അഴിച്ചു വിട്ടേക്കുന്ന രൂപത്തിൽ തൊട്ടതിനും പിടിച്ചതിനും കണ്ടതിനുമൊക്കെ അങ്ങ് ധാരാളമായി ചിലവഴിക്കുന്ന ഒരു ഏർപ്പാടും ഒരു വിശ്വാസിക്ക് വേണ്ട. അതിനിടയിലുള്ള ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചു പോയിട്ടില്ല എങ്കിൽ അവൻ നിന്ദ്യനാണ്, കഷ്ടത അനുഭവിക്കുന്നവനാണ്, കുടുസായവനാണ് എന്നൊക്കെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരമകാരുണ്യകന്റെ അടിമകൾ ഇബാദുർ റഹ്മാൻ, അത്തരത്തിലുള്ള ആളുകളുടെ ഗുണവിശേഷണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചിലവഴിക്കുകയാണെങ്കിൽ. ആര്? പരമകാരുണ്യകന്റെ യഥാർത്ഥ അടിമകൾ. അവൾ ചിലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫൂ വലം യഖ്തുറൂ, അവർ ഇസ്രാഫ് കാണിക്കുകയില്ല, ദൂർത്തടിക്കുകയില്ല. വലം യഖ്തുറൂ, അവർ അതിൽ പിശുക്ക് കാണിക്കുകയുമില്ല, പിടിച്ചു വെക്കുകയുമില്ല, ദൂർത്ത് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമാ, അവർ അതിന്റെ ഇടയിലുള്ള ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും. മധ്യമ നിലപാടായിരിക്കും. കൊടുക്കുമോ? കൊടുക്കും. എന്നാൽ ദൂർത്തായിരിക്കുമോ? ദൂർത്ത് ആയിരിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു വിശ്വാസിയുടെ നിലപാട് നമ്മൾക്കുണ്ടാകണം. സ്വതക്കയുടെ വിഷയത്തിൽ, ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ നമ്മൾ ആ രൂപത്തിൽ നല്ല ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം. സമ്പത്ത് ചിലവഴിക്കുന്ന വിഷയത്തിൽ. കാരണം ഒരുപാട് നന്മകൾ, ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വഅലാനിയത യർജൂന തിജാറതൻ ലൻ തബൂർ, യർജൂന തിജാറതൻ ലൻ തബൂർ. നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു. കച്ചവടത്തിൽ നഷ്ടമുണ്ട്, ലാഭമുണ്ട്. അത് ഇങ്ങനെയും സംഭവിക്കാം, മാറി മറിഞ്ഞിരിക്കും. എപ്പോഴും എന്ത് സംഭവിക്കാം? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയില്ല. വഅൻഫഖൂ മിമ്മാ റസഖനാകും സിർറൻ വഅലാനിയ. നിങ്ങൾക്ക് നാം നൽകിയ റിസ്ഖിൽ നിന്നും, നിങ്ങൾക്ക് നാം നൽകിയ റിസ്ഖിൽ നിന്നും രഹസ്യമായും പരസ്യമായും ഈ പറയുന്ന രൂപത്തിൽ ചിലവഴിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ്. അപ്പൊ നമ്മൾ ഏർപ്പെടുന്ന ഈ കച്ചവടം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന ഒരു ധനം, ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ചില സന്ദർഭങ്ങൾ പരസ്യപ്പെടുത്തിയാലും റിയാഇന്റെ ചിന്തകളോ അത്തരം ഒരു മാനസികാവസ്ഥയോ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഒരു മാതൃക എന്നോണം ചിലപ്പോഴൊന്ന് പരസ്യപ്പെടുത്തേണ്ടി വരും. മറ്റുള്ളവരും ആ മാർഗത്തിലേക്ക് വരാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ അതൊന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ മറ്റുള്ള ചിന്തകളൊന്നും വരാൻ പാടില്ല. അങ്ങനെ സിറായിക്കൊണ്ടും അലാനിയത്തായിക്കൊണ്ടും പരസ്യമായിക്കൊണ്ടും രഹസ്യമായിക്കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത്തരത്തിൽ ദാനധർമ്മം നടത്തുന്ന, സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടമാണ് നടത്തുന്നത്. അത് മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നുണ്ട് മൻദല്ലദീ യുഖ്രിദുല്ലാഹു ഖർളൻ ഹസനാ. ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഉത്തമമായ ഒരു കടം നൽകാൻ ആരുണ്ട്? അപ്പൊ ദാനം, സ്വതക്ക എന്ന് പറയുന്നത് അള്ളാഹുവിന് നൽകുന്ന ഒരു കടമാണെന്ന് എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹു ഇരട്ടി അള്ളാഹു നാളെ അതിന് പകരം നൽകുമെന്നുള്ളതാണ്. സ്വതക്കയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ധാന്യമണി എടുത്ത് ഭൂമിയിലേക്ക് വിതയ്ക്കുമ്പോൾ ആ ധാന്യമണി മുളച്ച് അതിൽ നിന്നും ചെടി രൂപാന്തരപ്പെട്ട് ആ ചെടിയിൽ പൂത്ത് കുലച്ചു നിൽക്കുന്ന നെന്മണികൾ, അത് ആ കുഴിച്ചിട്ട ഒരു നെന്മണിയെക്കാളിലും എത്രയോ ഇരട്ടിയാണ്. 100-മല്ല 500-മല്ല, ഒരുപക്ഷെ അതിനേക്കാളിലും അപ്പുറം ഇരട്ടിക്കിരട്ടി കുലികുലയായി പൂത്തു നിൽക്കുന്ന നെന്മണികൾ നമുക്ക് കാണാം. അതുപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പാദ്യം. അത് 1 രൂപയാണെങ്കിലും ശരി, 1 രൂപയാണെങ്കിലും ശരി, ആ സമ്പാദ്യം നാളെ കുലച്ചു നിൽക്കുന്ന നെന്മണികൾ പോലെ ഇരട്ടിക്കിരട്ടിയായി നാളെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഇന്ന് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല ആ നന്മകളെ. ഇന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് കണക്ക് കൂട്ടാനും കഴിയില്ല. അതിനെക്കുറിച്ച് അതിനുമപ്പുറം ഹിസാബ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കണക്ക് കൂട്ടുന്നതിനും അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമുക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മൻദല്ലദീ യുഖ്രിദുല്ലാഹു ഖർളൻ ഹസന. ആരാണ് അള്ളാഹുവിന് ഉത്തമമായ കടം നൽകാനുള്ളത്? ഫയുളാഇഫഹു ലഹു അദാഫൻ കതീറാ. എങ്കിൽ അള്ളാഹു അതവന് അനേകമായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. പിന്നീട് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്, അള്ളാഹുവാണ് വിട്ടുകൊടുക്കുന്നവൻ, അള്ളാഹുവാണ് സമ്പത്തിനെ പിടിച്ചു വെക്കുന്നവൻ, അവങ്കലേക്ക് തന്നെയാണ് നമ്മളുടെ മടക്കവും. എല്ലാം അള്ളാഹു ഓർമ്മപ്പെടുത്തി. നീ പിടിച്ചു വെച്ചാലും ശരി, നീ ചെലവഴിച്ചാലും ശരി, ഇതൊക്കെ നൽകിയതും ഇത് എടുക്കുന്നതും ഇത് നൽകുന്നതും ഒക്കെ അള്ളാണ്. നമ്മളുടെ മുൽക്കിലോ നമ്മളുടെ അധികാരത്തിലോ പെട്ടതല്ല ഈ സമ്പത്തിന്റെ കൈകാര്യകർത്തൃത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സമ്പത്തുണ്ട്, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവിടെ ഇരിക്കണോ വേണ്ടേ, അത് ഇല്ലാതായി പോണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് റബ്ബാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അല്ലാഹു തആല ചെയ്യും. അതിനെ നമ്മൾ ചിലപ്പോൾ ഇല്ലാതാക്കി കളയാൻ ഒരു നിമിഷം മതി റബ്ബിന്, ഒരു നിമിഷം മതി ഇല്ലാതാക്കി കളയാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പിടിച്ചു വെക്കുന്നത് വിട്ടുകൊടുക്കുന്നതൊക്കെ അള്ളാണ്. അതുകൊണ്ട് നിങ്ങൾ അവങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം നമ്മൾക്കെല്ലാം വരാനുണ്ട്. ആ സമയത്ത് നമ്മൾ കൊടുത്തതാണ് നമുക്കുണ്ടാകുക. നമ്മുടെ കയ്യിൽ പിടിച്ചു വെച്ചത് നമ്മൾ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടതാണ്. 4 കാര്യങ്ങൾ, ഒരു വിശ്വാസിയും 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ വിചാരണ വേദി വിട്ടകന്നു പോകില്ല എന്ന് റസൂലുള്ളാഹി ഉറപ്പിച്ചു പറഞ്ഞു. ആ 4 കാര്യങ്ങളിൽ ഒന്ന്
അവന്റെ സമ്പത്തിനെ കുറിച്ചാണ്. എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത്, എന്തിനു വേണ്ടിയാണ് ആ സമ്പാദ്യം ചെലവഴിച്ചത് എന്ന ഒരു ചോദ്യം അതിന് മറുപടി പറയാതെ വിചാരണ വേണ്ടി വിട്ടു പോകൂലെന്നാണ്. അപ്പൊ എത്ര ഗൗരവത്തിലാണ് ആ വിഷയം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ധർമ്മിഷ്ഠൻ ആരാണ്? റസൂലുള്ളാഹിയാണ്. ഒരുപാട് ഉണ്ടായിട്ടാണോ? അല്ല, ഒരുപാട് ഉണ്ടായിട്ടല്ല. പക്ഷെ ഉള്ളത് കൊടുക്കുന്നതിൽ റസൂലുള്ളാഹി ഒരു വിട്ടുവീഴ്ചയും കാണിക്കുമായിരുന്നില്ല. കൂടെ സഹവസിച്ച കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആരും ചോദിച്ചു ചെന്നാലും ഇല്ല എന്ന ഒരു മറുപടി റസൂലുള്ളാഹിക്ക് ഇല്ലായിരുന്നു. ഉള്ളത് എന്താണോ അത് കൊടുക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ലാ യൻഖുസു മാലുൻ മിൻ സദഖത്തിൻ ഫതസദ്ദഖൂ, നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾ സ്വതക്ക ചെയ്യുക. നിങ്ങൾ എത്ര സ്വതക്ക ചെയ്താലും നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് അത് കുറയൂല എന്നാണ്. ഇത് റസൂലുള്ളാഹിയുടെ വാക്കാണ്. സമ്പത്ത് ചിലവഴിക്കുക ഉള്ളവർ, ഇല്ലാത്തവർ ഇല്ലാത്തതുപോലെ എങ്ങനെയാണോ ചെലവഴിക്കാൻ പറ്റുക അങ്ങനെ ചെലവഴിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ആ രൂപത്തിൽ എത്രയോ പുണ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വതക്കയെ സംബന്ധിച്ച് കൃത്യമായി കൊണ്ട് ഒരു സമീപനം യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകണം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ തോട്ടം പ്രസിദ്ധമാണ്, ബൈറുഹാ എന്ന തോട്ടം. ആരും കണ്ടാൽ കണ്ണഞ്ചി പോകും, കൊതിച്ചു പോകും. അരുവികൾ ഒഴുകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലപ്പോഴും അവിടെ കയറി, ആ തോട്ടത്തിൽ കയറി അരുവിയിലെ വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു. അത്രയ്ക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന, കൊതിച്ചിരുന്ന ആ ഒരു തോട്ടത്തെ സംബന്ധിച്ച് ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു ആയത്ത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുന്നത് വരേക്കും നിങ്ങൾ ആ ഒരു നന്മയിലായിരിക്കില്ല എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുമ്പോ ആ ആയത്ത് അവതീർണമായി അത് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ കൊടുത്തു റസൂലേ എന്ന് പറയാൻ. ആ തോട്ടം ഞാൻ കൊടുത്തു. അവിടെ തന്റെ പ്രിയതമയും മക്കളുമൊക്കെ അവിടെ ഉണ്ടായിരുന്ന വിഭവം ശേഖരിക്കുമ്പോ അവരോട് വിളിച്ചു പറയുന്നു എന്നാണ്, ഇനി നമ്മുടേതല്ലത്, ഇനി അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിനുള്ളതാണ്, അവന്റെ മാർഗത്തിലുള്ളതാണ്, അതവിടെ ഇട്ടേക്കാൻ പറയുകയാണ്. ഒരൊറ്റ നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. അത്രയും പ്രിയപ്പെട്ട ഒരു വസ്തു അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു തോട്ടം കൊടുക്കുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റൂമ എന്ന് പറയുന്ന കിണർ, അന്നത്തെ കാലത്ത് മദീനക്കാർക്ക് വെള്ളം കുടിക്കാൻ നല്ല പ്രയാസമുണ്ട്. നല്ല ശുദ്ധമായ ഒരു കുടിവെള്ളം കിട്ടാൻ പൈസ കൊടുക്കണം. ജൂതന്റെ കയ്യിലിരിക്കുകയാണ് ആ കിണർ. അവിടുന്ന് വെള്ളം കോരി എടുക്കണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് സ്വർഗത്തിലേക്ക് ഈ കിണർ വാങ്ങിക്കൊടുക്കുന്നത്? സ്വർഗ അവകാശിയായി തീരുവാൻ ഈ കിണർ ആര് വാങ്ങിക്കൊടുക്കുന്നു എന്ന് വാർത്ത കേട്ടപ്പോൾ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് കൊടുത്ത് ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് നേട്ടങ്ങളുടെ ഒരു വലിയ വിശാലമായ ലോകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മം ദാനധർമ്മമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വദഖ എന്ന് പറയുന്നത് തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഅ അന്നാർ, വെള്ളം തീയെ കെടുത്തിക്കളയുന്നത് പോലെ മനുഷ്യന്റെ ഉള്ളിൽ കത്തി നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന പാപങ്ങളെ മുഴുവൻ കെടുത്തിക്കളയാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മമാണ് യഥാർത്ഥത്തിൽ സ്വദഖ എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, സ്വദഖയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളിലുള്ള രോഗികളെ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സ്വദഖ കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക.
എന്ന് വെച്ചാൽ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, അതിൽ ശമനം ലഭിക്കാൻ നിങ്ങൾ സ്വതക്ക കൊടുത്തിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ശമനമുണ്ടാകുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയ വ്യക്തികളിൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ മുറിഞ്ഞു പോകും. ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ തലാത്ത്. 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞെടുത്ത് മുറിഞ്ഞു പോകാത്ത, അറ്റുപോകാത്ത ഒരു കർമ്മമായി പഠിപ്പിച്ചത് സദഖത്തുൻ ജാരിയ, ജാരിയായ സ്വതക്കയാണ്, അതായത് എപ്പോഴും നിലനിൽക്കുന്ന സ്വതക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ ഓരോ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ വിശദീകരിച്ചു പോകുന്നത് കാണാൻ സാധിക്കും. ഒരാൾക്ക് നരകമോചനം സാധ്യമാകാൻ ഏറ്റവും നല്ല മാർഗമായി കൊണ്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു നൽകിയ സ്വത്ത് കൊണ്ട്, അള്ളാഹു നൽകിയ ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ, ആ മാർഗത്തിൽ ചെലവഴിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ആ സ്വതക്ക നിർവഹിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രവുമല്ല, മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് വിശ്വാസികൾ, വിചാരണ കാത്തു വന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. ഒരു ചാൺ മേലെ സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ സഹിക്കാൻ പറ്റൂല. ഇന്നത്തെ ചൂട് പോലും നമുക്ക് അസഹനീയമാണ്. 40ഉം 42ഉം 43ഉം 44ഉം ഒക്കെ ഡിഗ്രിയിലേക്ക് ചൂട് കൂടുമ്പോ അസഹനീയമാണ്, സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതേ അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനും അപ്പുറം കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കീഴിൽ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സ്വന്തം നഫ്സിനെ കുറിച്ച് ആലോചിച്ച് എങ്ങനെ എന്റെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന ചില വിഭാഗങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്, ചില ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു കുല്ലു ഇംറിഇൻ ഫീ ദില്ലി സ്വദഖതിഹി ഹത്താ യുഫ്സല ബൈനന്നാസ്. പരലോകത്ത് ഓരോ മനുഷ്യരും അവരുടെ സ്വതക്കയുടെ തണലിലായിരിക്കും, ജനങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്നത് വരെ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു വിധി നടപ്പിലാക്കുന്നത് വരെ. വിധി നടപ്പിലാക്കുന്നത് വരെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുവരെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും ഈ വിചാരണയ്ക്ക് വേണ്ടി. ആ വിചാരണ നടപ്പിലാക്കുന്ന സമയത്ത് അള്ളാഹുവിൻ ഒരു തണൽ നൽകും. എന്തുകൊണ്ടുള്ള തണലാണ്? സ്വതക്ക കൊടുത്തത് കൊണ്ടുള്ള തണൽ. നമ്മൾ കൊടുത്ത സ്വതക്ക നമുക്ക് എന്തായി മാറും? തണലായി മാറും. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന്റെ തണലൊഴികെ നാളെ വേറെ ഒരു തണലും വല്ലതുമില്ല, ഒരു തണലും വേറെ ഇല്ല. അവിടെ അള്ളാഹു നമുക്ക് തണൽ നൽകും. അള്ളാഹുവിന്റെ ആ ഒരു തണൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് ഒരു പക്ഷെ നമ്മൾ നൽകി ഏതെങ്കിലും ഒരു സദഖ കണ്ടാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വലങ്കൈ കൊണ്ട് നമ്മൾ കൊടുത്തത് ഇടങ്കൈ പോലും അറിയാതെ, മറ്റുള്ളവരാരും അറിയാതെ, അള്ളാഹു മാത്രം അറിഞ്ഞ ചില സദഖകൾ നമുക്ക് നാളെ തണലായി വരികയാണെങ്കിൽ പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ പ്രതിഫലമായിട്ട്, ഏറ്റവും വലിയ നന്മയായിട്ട്, ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കാണുന്നത്. അപ്പോ സ്വർഗം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന, നരകത്തിന്റെ മോചനം ആഗ്രഹിക്കുന്ന, നാളെ പരലോകത്ത് അർശിൽ നിൽക്കുന്ന, മഹ്ശറിൽ നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന, അതുപോലെ തന്നെ ദുനിയാവിൽ പോലും രോഗങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കുന്ന, പാപത്തിൽ നിന്നും മോചനം നേടാൻ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമായി ഈ സ്വതക്കയെ നമ്മൾ കാണുകയും, കിട്ടുന്ന അവസരങ്ങൾ നമുക്കറിയാം, നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പല സംരംഭങ്ങളിലും സംവിധാനങ്ങളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിലയ്ക്കാൻ പാടില്ല, മുറിഞ്ഞു പോകാൻ പാടില്ല, അതിനെ തുടർത്തിക്കൊണ്ടു പോകണം. തുടർച്ചയായി ചെയ്യുന്ന അമലാണ് മുറിഞ്ഞു പോകുന്ന അമലുകളെക്കാളേറെ അള്ളാഹുവിന് ഇഷ്ടം. അത് വളരെ കുറച്ചായാലും ശരി, തുടർച്ചയായി ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ ഈ രംഗത്ത് നമ്മൾ പരമാവധി പരിശ്രമം നടത്തുക. നമ്മൾ ഉള്ളത് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാനസികമായി എത്തിച്ചേരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സ്വതക്കകൾ നിർവഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സൗഭാഗ്യത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന ഒരു ചെറിയ ചിലവഴിക്കൽ പോലും അത് സ്വന്തം ഭാര്യയുടെ, ഇണയുടെ വായിൽ നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒരു ആഹാര കഷ്ണത്തിന് പോലും നമ്മളുടെ ശരിയായ നിയത്തിനും ശരിയായ ഇഖ്ലാസിനും ഉദ്ദേശശുദ്ധിക്കും പ്രതിഫലിക്കും അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. ഒരു ചെറിയ ആഹാര സാധനം പോലും അത് സ്വന്തം കുടുംബത്തിലാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല, സ്വന്തം ഭാര്യയ്ക്കാണെങ്കിൽ പോലും ആ നിയത്തുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രതിഫലം കിട്ടും, യാതൊരു സംശയമില്ല. അപ്പൊ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം അയൽക്കാരൻ, അയൽ വീട്ടിലുള്ള ആള് പട്ടിണി കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ സുഭിക്ഷമായി കഴിച്ചും ഉണ്ടും ഉടുത്തും ഉറങ്ങിയും കഴിയുന്നൊരവസ്ഥയെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരുടെ പ്രയാസം കൂടി അറിഞ്ഞ് നമ്മളിൽ ഉള്ളതെന്താണോ അത് പങ്കുവെക്കാൻ പറ്റുന്നത് പങ്കുവെച്ച് മറ്റുള്ളവരോടൊപ്പം ഇഴുകിച്ചേരുന്ന, സമൂഹത്തോടൊപ്പം ഒരുമിച്ച് പോകുന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഈ ഒരു മസ്ജിദും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും അത്തരത്തിലുള്ള കുറേ നന്മകൾ ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന, വിധവകളുടെ വേദന മനസ്സിലാക്കി, രോഗികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, പാവപ്പെട്ടവരുടെ, പട്ടിണിക്കാരുടെ, വിശപ്പ് അനുഭവിക്കുന്ന, വിശപ്പറിയുന്ന ആളുകളുടെ വേദനകൾ മനസ്സിലാക്കി അത് അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ അത് ഒരു പരിധി വരെ പൂർത്തീകരിക്കുന്നുണ്ട് എന്നുള്ളത് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു വലിയ നന്മയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു നന്മയോടൊപ്പം ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാർക്കും ഒക്കെ സന്തോഷിക്കാൻ വകയുള്ള അല്ലെങ്കിൽ അള്ളാഹു ഒരു അവസരം തുറന്നു തന്നിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ഒരു സംവിധാനത്തിലേക്ക്, ഒരു പുതിയ പദ്ധതിയിലേക്ക് നമ്മുടെ ഈ ഒരു സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. അതിന്റെ വിശദീകരണങ്ങൾ അടങ്ങുന്ന ഒരു ലഘുകുറിപ്പ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൈകളിലേക്ക് വരും. ഹങ്കർ ഫ്രീ നെയ്ബേഴ്സ്, അതായത് വിശപ്പ് രഹിത അയൽക്കാർ എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര് തന്നെ. അതായത് നമ്മളുടെ ഇടയിൽ ഏകദേശം ഈ കാർത്തികപ്പള്ളി താലൂക്ക് ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഏരിയയാണ് അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഏരിയയിൽ നമ്മൾക്ക് അറിവുള്ളതും അറിയാത്തതുമായ കുറേ ആളുകൾ, ഒരു നേരത്തെ ഭക്ഷണം കഷ്ടിച്ചുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, വസ്ത്രം മാറി ഉടുക്കാനില്ലാത്തവരുണ്ട്, എന്നാൽ അല്പസ്വല്പമൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ആളുകളായിട്ട് അങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയിൽ നമ്മുടെ ആളുകളുണ്ട്. ഒന്നുമില്ലാത്തവർ, എന്നാൽ കുറച്ചെങ്കിലും ഉള്ളവർ, ഭാഗികമായി ഉള്ളവർ. അപ്പൊ ഇത്തരം ആളുകളെ കണ്ടെത്തി അവരുടെ വേദന പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു സഹോദരന്റേതാണ്, വിശ്വാസി എന്നല്ല പറഞ്ഞത്, ഒരു സഹോദരന്റെ പ്രയാസം നമ്മൾ അകറ്റിക്കൊടുത്താൽ നാളെ പരലോകത്ത് നമ്മുടെ പ്രയാസം അല്ലാഹു അകറ്റി തരുമെന്നാണ്. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി പരലോകം വിചാരണയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളുമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ആ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ആ പ്രതിസന്ധിയിൽ നിന്നും ഒരു രക്ഷയും സമാധാനവും കിട്ടാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ഇത്തരത്തിലുള്ള പാവങ്ങളുടെ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോ ഒരു വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ, അംഗങ്ങളുടെ കണക്കും ഇതൊക്കെ അനുസരിച്ച് അവർക്ക് ആവശ്യമായ ഒരു മാസത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത്. അത് 1500 രൂപയുടെ കിറ്റ് ഒരു വീട്ടിൽ കൊടുക്കേണ്ടി വരും എണ്ണം അനുസരിച്ച്, അല്ലെങ്കിൽ 1000 രൂപയുടെ ആയിരിക്കും, അതല്ലെങ്കിൽ 750 രൂപയുടെ ഭക്ഷണം കിറ്റ് മതിയായിരിക്കും. അപ്പൊ അതനുസരിച്ച് ഒരു വീടുകാരും നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് നാട്ടുകാർ കണ്ട്, ആളുകൾ കണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എല്ലാ മാസവും കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു സിസ്റ്റം അല്ല. ഓരോ സ്ഥലത്തുമുള്ളവർ അവർ സാധനം മേടിക്കാൻ പറ്റുന്ന ഒരു കട അവരുടെ ഏരിയയിൽ തന്നെ കണ്ടെത്തുകയും ആ കടക്കാരനിലേക്ക് നമ്മളുടെ സമ്പത്ത്, അക്കൗണ്ടിൽ നിന്നുള്ള പണം ആ കടക്കാരനിലേക്ക് കൊടുക്കുകയും അവർ സാധാരണ കടയിൽ പോയി സാധനം മേടിക്കുന്നത് പോലെ സാധനം മേടിച്ചും ചെയ്യും, വീട്ടിൽ പോവുകയും ചെയ്യും.
ആരും ഒന്നും അറിയില്ല. അങ്ങനെ ഒരു സിസ്റ്റം ആ വീട്ടിലുള്ളവർക്ക് പോലും യാതൊരു വിധത്തിലുള്ള ഒരു മനസ്സുകൊണ്ടുള്ള ഒരു വേദന പോലും ഇല്ലാതെ ഈ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഈ ബിഷപ്പ് രഹിതായിരിക്കാറെന്നുള്ള ഈ ഒരു സിസ്റ്റം, ഇതിൽ നമ്മളെല്ലാവരും പങ്കാളികളാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പറയാം, ഇന്ന കുടുംബത്തിന്റെ വേദനയിൽ അവരുടെ പ്രയാസത്തിൽ ഒരു പരിഹാരം എന്നോണം എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുക ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് റബ്ബിന്റെ അടുത്ത് പറയാൻ പറ്റും. അതല്ലെങ്കിൽ ഫവൈലുൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون എന്നൊക്കെ പറയുന്നിടത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താണ് മറ്റുള്ളവർക്കുള്ള ഉപകാരങ്ങൾ അതിനെ തടഞ്ഞവർ അതല്ലെങ്കിൽ പിന്നെ അനാഥകളെ സംരക്ഷിക്കാത്ത ആളുകൾ, ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നരകത്തിന്റെ ആളുകളെ കുറിച്ച്, സക്കറിലകപ്പെട്ട ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സക്കറിലകപ്പെട്ടത്, നരകത്തിന്റെ ഈ ഒരു തീജ്വാലയിൽ നിങ്ങൾ എങ്ങനെ അകപ്പെട്ടു എന്ന് ചോദിക്കുമ്പോ അവർ പറയുകയാണ്, ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല, ഞങ്ങൾ പാവങ്ങളെ ഭക്ഷിപ്പിക്കുമായിരുന്നില്ല എന്നവർ അവിടെ വെച്ച് നിലവിളിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു 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 പങ്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത്, ഏറ്റവും കുറഞ്ഞത് ഒരു 100 രൂപ മാറ്റിവെക്കാൻ കഴിയുന്നവർ ആ 100 രൂപ മാറ്റിവെക്കണം. അതല്ല ഒരു വീട്ടിലേക്കുള്ള ഭക്ഷണം 1500 രൂപ ഞാൻ കൊടുക്കാമെന്ന് ഒരാൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ഒരുപാട് വിശാലമായിട്ട് ഈ സംവിധാനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഒരു ലിമിറ്റേഷൻ ഉണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനമുണ്ട്. അപ്പൊ ആ ലിമിറ്റേഷനിൽ നിന്നൊക്കെ മാറി ഒരു വിശപ്പ് രഹിത സമൂഹമാക്കി നമ്മുടെ ഈ സമൂഹത്തെ മാറ്റാൻ ഈ ഇരിക്കുന്ന നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ ഒരു പരിധിവരെ നമ്മളുടെ ചുറ്റുപറ്റത്തുള്ള ഏരിയകളിലൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അത് സംശയമില്ല. അതുകൊണ്ട് ഇന്ന കുടുംബത്തേക്കുള്ള അല്ലെങ്കിൽ ഇത്ര കുടുംബത്തേക്കുള്ള ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമ്മൾ അത് തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുക. എല്ലാ മാസവും നമ്മൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും, കണ്ണു നിറഞ്ഞ് അവർ പ്രാർത്ഥിക്കും, ഈ കൂട്ടായ്മയിലുള്ളവർ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ സ്വതക്കയുടെ ഒരു നിത്യം എല്ലാ മാസവും തുടർച്ചയായിക്കൊണ്ട് നമ്മൾ അത് കൊടുത്തിരിക്കുമ്പോൾ ആ നന്മയ്ക്ക് എന്തുണ്ട്, തുടർച്ചയുണ്ട്. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അപ്പൊ എല്ലാ മാസവും നമ്മൾ ഒരു നിശ്ചിത തുക നിശ്ചയിക്കുകയും അത് നമ്മൾ കൊടുക്കാമെന്ന് അതിന്റെ ബന്ധപ്പെട്ട ആളുകളെ കോണ്ടാക്ട് ചെയ്ത് അവരെ അറിയിക്കുകയും ചെയ്യുക. ഇത് ഒരു വലിയ പദ്ധതിയായിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. സമൂഹത്തിൽ ഇങ്ങനെ പ്രയാസം അനുഭവപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന, വിശപ്പ് അനുഭവപ്പെടുന്ന, പട്ടിണി അനുഭവപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമായി ഈ ഒരു സംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുകയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇതിനെ വളർത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിലേക്ക് സഹകരിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നജീമക്കയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഭാരവാഹികളുമായിട്ടോ ബന്ധപ്പെട്ട് ഇന്ന് തന്നെ എന്റേത് ഇത്ര എന്നുള്ള ആ ഒരു കണക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്നും പിരിഞ്ഞു പോകേണ്ടത്. അതിൽ വലിപ്പ ചെറുപ്പങ്ങളും നോക്കണ്ട, ഓരോരുത്തർക്ക് പറ്റുന്ന എത്രയാണോ അതാണ് ചെയ്യേണ്ടത്. അതിൽ വേറെ നിർബന്ധം ചെലുത്തലും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പരലോകത്തേക്കുള്ള ഒരു നന്മ എന്ന രൂപത്തിൽ അത്രയ്ക്കും അതിയായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിൽ മുന്നോട്ട് വരണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ എല്ലാ രംഗത്തും സൂക്ഷ്മത പാലിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിന്റെ കൈകാര്യകർത്തൃത്വം നടത്തുമ്പോൾ വളരെ ശ്രദ്ധ വേണം. ഇതൊരു അമാനത്താണ്. ഇതിന്റെ സമ്പത്ത് കളക്ട് ചെയ്യുന്നതും ആ സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ അവകാശികളിലേക്ക് തന്നെ എത്തി എന്നുള്ളത് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവർക്ക് തന്നെയാണ് എത്തേണ്ടതും. അതുപോലെ ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടീമുകൾ, അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ നീതിയോടുകൂടി യാതൊരു തരത്തിലുമുള്ള ഇതിന്റെ ഉള്ളിലുള്ള യാതൊരു പ്രയാസങ്ങളുമില്ലാതെ സുതാര്യമായിക്കൊണ്ട് തന്നെ ഈ കാര്യം നിർവഹിക്കുന്ന രൂപത്തിൽ അതിന്റെ സാധനം വാങ്ങുന്ന വിഷയമായാലും സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന വിഷയമായാലും അതെല്ലാം കൃത്യമായിട്ടും നീതിയോടുകൂടി കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഇതിൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ടാവും. പക്ഷെ റിസൾട്ടിൽ ഒന്നും നമുക്ക് പ്രതിഫലം ഉണ്ടാകാത്തൊരവസ്ഥ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഇഴകീറി എല്ലാം സൂക്ഷ്മമായി തീരുമാനമെടുത്ത് തന്നെ ഈ വർക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു പരിപൂർണമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ, പിഴവുകൾ, പോരായ്മകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലും അല്ലാത്ത സന്ദർഭങ്ങളിലും നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളും നമ്മളുടെ ഖുർആൻ പാരായണങ്ങളും നമ്മുടെ നമസ്കാരവും നമ്മുടെ ദാനധർമ്മങ്ങളും സക്കാത്തും ഒക്കെ അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.